ഹലോ ഗൈസ്, അങ്ങനെ 2 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും നാട്ടിലേക്ക് പോകാൻ പോവുകയാണ്. ഈ പ്രാവശ്യം സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. സമയം ഇപ്പോൾ വെളുപ്പിന് 2 മണിയാവുന്നു. നമുക്ക് നാളെ രാവിലെ 9 മണിക്കാണ് ഇവിടുന്ന് ട്രെയിൻ ലണ്ടനിലോട്ട്. ലണ്ടനിൽ നിന്ന് വൈകിട്ട് 8 മണിക്കാണ് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ്. സ്ട്രെയിറ്റ് ഫ്ലൈറ്റാണ് നാട്ടിലേക്ക്, നേരെ കൊച്ചി. പാക്കിംഗ് ഒന്നും വലിയ സീനില്ലായിരുന്നു, കാരണം ആകെ ഞാൻ അവിടെ നാട്ടിൽ ചെന്നിട്ട് ഇടാനുള്ള ഡ്രസ്സ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ, പിന്നെ കുറച്ച് ഗാഡ്ജറ്റ്സ്. അങ്ങനെ 4 മണിയൊക്കെ ആയപ്പോഴത്തേനും പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ്. ഇനി ആ ബാഗിനകത്ത് വെക്കാനുള്ള കുറച്ച് ഗാഡ്ജറ്റ്സ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ സോർട്ട് ചെയ്ത് എടുത്ത് വെച്ച്. ഇനിയിപ്പോൾ ആകെ നമുക്ക് ഒരു 3 മണിക്കൂർ ഉറങ്ങാൻ വേണ്ടി കിട്ടുന്നുള്ളൂ. അങ്ങനെ കാത്തിരുന്ന ആ ഒരു ദിവസം വന്ന് ഇന്നാണ് നമുക്ക് പോകേണ്ടത് നാട്ടിലേക്ക്. അപ്പം ഇപ്പോൾ 8 മണിയാവും, 9 മണിക്കാണ് നമുക്ക് ട്രെയിൻ ഇവിടുന്ന് ലണ്ടനിലേക്ക്. അവിടുന്ന് പിന്നെ രാത്രി 9 മണിക്കേ ഉള്ളൂ നാട്ടിലോട്ടുള്ള ഫ്ലൈറ്റ്. ഇന്ന് ഫുൾ ഡേ എയർപോർട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് എഗ്ഗി ടോസ്റ്റ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റായിട്ട്. എക്സൈറ്റ്മെൻറ്റ് കാരണമായിരിക്കും, വിശപ്പൊന്നുമില്ല, പക്ഷേ കഴിച്ചു നോക്കത്തുള്ളൂ. ഇന്ന് ഫുള്ള് എയർപോർട്ടിൽ ഇരിക്കേണ്ട. ഇന്ന് രാത്രി 9 മണിക്കല്ലേ ഫ്ലൈറ്റ്, അപ്പം ഇന്ന് ഫുൾ എയർപോർട്ടിൽ ഇരിക്കേണ്ടതായതുകൊണ്ട് വേറെ വഴിയില്ല, കഴിച്ചേ പറ്റത്തുള്ളൂ. ഇതെൻ്റെ പെറ്റാണ് ബെല്ല. ഇന്നലെ ഞാൻ പോവായതുകൊണ്ട് ഇന്നലെ കൂടൊക്കെ വൃത്തിയാക്കി സെറ്റാക്കിയത്, പക്ഷേ വീണ്ടും പുല്ലൊക്കെ വാരിയിട്ട് അലമ്പാക്കിയിട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോവായതുകൊണ്ട് കുറച്ച് ഫുഡ് ഇട്ട് കൊടുത്തിട്ട് പോകാം. ബാക്കിയുള്ള ദിവസങ്ങളിൽ വീട്ടിലുള്ള ഫ്രണ്ട്സ് ഫീഡ് ചെയ്യുകയും പുല്ലൊക്കെ മാറ്റുകയൊക്കെ ചെയ്തോളും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാ ബാ ഓടിയോ ഓടിയോ, കമോൺ ബാ 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 ഓടിയോ ഓടിയോ ബാ ഓടിയോ. നമുക്കിനി ഇവിടെ 1 മാസം കഴിഞ്ഞിട്ടേ കാണാക്കത്തുള്ളൂ. നല്ലോണം മിസ് ചെയ്യും ബെല്ലനെ. ബൈ ബെല്ല, 1 മാസം കഴിഞ്ഞ് കാണാം കേട്ടോ. Bye bye. പാക്കിങ്ങും എല്ലാം കഴിഞ്ഞ് സെറ്റായി. ഇനിയിപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. ഒരു ഫ്രണ്ട് പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇറങ്ങും. റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റൊക്കെ കളക്ട് ചെയ്ത് ഇനിയിപ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് ട്രെയിൻ വരാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ പോകേണ്ട ട്രെയിൻ. നമ്മൾ കോച്ച് ഇയിലാണ് എനിക്ക് കിട്ടിയേക്കുന്ന സീറ്റ്. എൻ്റെ സീറ്റിൻ്റെ അടുത്ത് തന്നെയായിരുന്നു നമ്മുടെ ലഗേജൊക്കെ വെച്ചിരുന്നത്, കാരണം സൗകര്യമായിരുന്നു. പുറത്ത് ഭംഗിയൊക്കെ ഇങ്ങനെ കണ്ടിരുന്നപ്പോഴത്തേനും നമ്മൾ അടുത്ത് സ്റ്റേഷൻ എത്തി. ഇതാണ് ലണ്ടൻ യൂസ്റ്റൺ സ്റ്റേഷൻ. ഇനിയിപ്പം ഇവിടെ ഇറങ്ങിയിട്ട് അണ്ടർഗ്രൗണ്ട് ട്യൂബ് വഴി ട്യൂബിൽ കയറിയിട്ട് അടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അവിടെ നിന്നാണ് നമ്മളുടെ എയർപോർട്ടിലോട്ടുള്ള ട്രെയിൻ കയറേണ്ടത്. എയർപോർട്ടിലോട്ടുള്ള ട്രെയിൻ. Operated this station. Platform 7 of the 12:03 Southeastern service to Great
ഒരു ട്രെയിനും കൂടെ കയറണം. അതാണ് ആ ട്രെയിനിനെയും ഗ്യാറ്റ്വിക് എയർപോർട്ടിലോട്ട്. ഇനി നമുക്ക് ഈ ട്രെയിനിൽ കയറിയാണ് ഗ്യാറ്റ്വിക് എയർപോർട്ടിലോട്ട് പോകേണ്ടത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്റ്റേഷൻ എത്തി, എയർപോർട്ടിൻ്റെ സ്റ്റേഷൻ. ഇനിയിപ്പോൾ നമ്മൾ ഈ എസ്കലേറ്റർ കയറി നേരെ എയർപോർട്ടിലോട്ട് പോകണം. നേരത്തതുപോലെ നമുക്കിവിടെ നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് വേണം നമ്മുടെ എയർപോർട്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. ടിക്കറ്റ് സ്കാൻ ചെയ്യും. റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ നേരെ വന്ന് കയറുന്നത് സൗത്ത് ടെർമിനലിലോട്ടായിരുന്നു. അപ്പം എനിക്ക് ഈ ടെർമിനലിൽ തന്നെയാണ് ഫ്ലൈറ്റ് വരുന്നത്. അപ്പം നമുക്ക് അടുത്ത ഗേറ്റ് ഓപ്പൺ ആവുന്നതും വരെ ഇവിടുത്തെ ലോഞ്ചിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. ബാഗേജ് ചെക്ക് ഇൻ ചെയ്യുന്നതിനൊരു 5 മണിക്കൂർ മുമ്പേ. ഇനിയിപ്പം 5 മണിയായി കഴിഞ്ഞാൽ ഇവിടെ ബാഗേജ് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമുക്ക് ലോഞ്ച് ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പം വെളിയിലൊരു വെയിറ്റിംഗ് ഏരിയയിൽ നമുക്ക് പുറത്തെങ്ങനെ ഇരിക്കാൻ പറഞ്ഞു. 5 മണിയാകുമ്പോൾ ഇനിയിപ്പം 4 മണിക്കൂറോടെ ഇങ്ങനെ ഇരിക്കാം. നാട്ടിൽ പോകുവാണല്ലോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്, സന്തോഷം കാരണം സമയം പെട്ടെന്ന് പോവായിരിക്കും. അങ്ങനെ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് നേരത്തെയൊക്കെ നമ്മുടെ ഹാൻഡ് ക്യാരി, നമ്മുടെ ലാപ്ടോപ്പ് ബാഗിന് അത്ര സാധനങ്ങളെല്ലാം എടുത്ത് കൺവെയർ ബെൽറ്റിലിട്ടിട്ട് ഫുൾ ചെക്ക് ചെയ്യണം. ഇപ്പം അങ്ങനെയൊന്നുമില്ല, എളുപ്പമായിരുന്നു. ജസ്റ്റ് ബാഗ് അതോടെ തന്നെ ഇട്ടാൽ മതിയായിരുന്നു. അതുകൊണ്ട് ഭയങ്കര എളുപ്പമായിരുന്നു, പെട്ടെന്ന് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് പോകും. ഇനിയിപ്പോൾ എനിക്കിപ്പം ഏകദേശം ഒരു 2 മണിക്കൂറുണ്ട്. ഇവിടെ കയറി എന്തെങ്കിലും ഷോപ്പ് ചെയ്യണമെങ്കിൽ ഷോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ചുമ്മാ ചായ കുടിച്ച് അവിടെ വെയിറ്റ് ചെയ്യും. നോക്കാം. കുറേ സമയമുള്ളതുകൊണ്ട് ഇവിടെ ഒരു കടയിൽ ഇവിടെ ചായ കുടിക്കാൻ കഴിയും. അപ്പം നമ്മൾ ആദ്യമായിട്ട് അവിടെ ഒന്ന് ഓർഡർ ചെയ്യുമായതുകൊണ്ട് നമ്മൾ അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അവർക്ക് ആ ഷോപ്പിലുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു. സാൻഡ്വിച്ചോ സ്മൂത്തീസോ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് നല്ലൊരു ഡീലാണ്. അങ്ങനെ ഞാൻ ഗേറ്റിലെത്തി. ഇതാണ് നമുക്ക് നാട്ടിലേക്ക് പോകാനുള്ള എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ്. ചോറും ചിക്കൻ കറിയും കുറച്ച് വെജിറ്റബിൾസും ഡെസേർട്ടും ആയിരുന്നു നമുക്ക് ഡിന്നർ തന്നത്. എങ്ങനെയൊക്കെയോ രാത്രി ഉറങ്ങി. രാവിലെ അവർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നത് ഉപ്പുമാവും ഇഡലിയും സാമ്പാറും പിന്നെ ബിസ്ക്കറ്റും ചീസും ക്രോസൈൻറ്റും ഒരു ജ്യൂസും ഉണ്ടായിരുന്നു. സീറ്റിംഗ് ശരിയാകത്തോണ്ട് നല്ലോണം ഉറങ്ങാൻ പറ്റില്ല, ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. നല്ല ടയേർഡായിപ്പോയി രാവിലെ എത്താറായപ്പോഴത്തേനും. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പൈലറ്റ് അനൗൺസ് ചെയ്ത് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുന്നു. അപ്പോഴാണ് ചെറുതായ ഒരു ആശ്വാസമായത്. അങ്ങനെ ലാൻഡിങ് ചെയ്യാൻ നേരം നമ്മുടെ നാട് കണ്ടപ്പോൾ ഒരു സന്തോഷം, അതൊരു ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. ഫ്ലൈറ്റ് 1.5 മണിക്കൂർ ലേറ്റായിരുന്നു. നമ്മൾ 10 മണിക്ക് എത്തേണ്ടതാണ്, പക്ഷേ ഇറങ്ങിയപ്പോഴത്തേനും 11:30 അങ്ങനെ ബാഗേജൊക്കെ കിട്ടി. ജസ്റ്റ് ഫ്രഷായി ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറി. ഇനിയിപ്പം സിസ്റ്റർ ഇന്നലെ പുറത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ എൻ്റെ ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് ഇവിടെയുള്ള അടുത്തുള്ള കസിൻ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയി. ഇപ്പം അവളെയും വിളിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലോട്ട് പോയി സർപ്രൈസ് കൊടുക്കാനാണ് പ്ലാൻ. എന്താണെന്ന് അറിയത്തില്ല, വരുമെന്ന് ചെറിയൊരു ക്ലൂ ഒക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. അങ്ങനെ അനിയത്തി നിൽക്കുന്ന വീടിൻ്റെ അവിടെ എത്തി. അവരിപ്പോൾ ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് ടാക്സി അകത്തോട്ട് കയറാൻ പറ്റത്തില്ല, എടുക്കുകയാണ്. അപ്പോൾ അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. നോക്കാം. ഓടിയോ ഗൈസ്, ഓടിയോ ഉണ്ട്. ഓക്കെ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ലൈഫ്? ആൻറ്റി നമ്മളെ നോക്കി അവിടെ നിൽക്കുന്നുണ്ട്. പറ, എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷം അവിടെ? ചൂടുണ്ടോ?
ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ട്രെയിൻ കയറി ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ട്രെയിൻ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കയറിയിട്ട് നേരെ വീട്ടിൽ സർപ്രൈസ് കൊടുക്കാനാണ് പരിപാടി. ഓ, നാട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഫുഡ് ചോറ്, തൈര്, നെയ്മീൻ ഫ്രൈ, കരട്, ബീഫ് കരട്, അടിപൊളി. നാട്ടിൽ വന്നിട്ട് ഈ ഫുഡ് കഴിക്കുമ്പോൾ ഫീൽ അടിപൊളി. അങ്ങനെ 2 വർഷത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും നമ്മുടെ നേറ്റീവ് പ്ലേസിലെത്തി, കായംകുളം. എല്ലാ പ്ലാനും അറിയാവുന്ന ഒരുത്തൻ പിക്ക് ചെയ്യാൻ വന്ന് കഴിച്ചു. ഇവന് മാത്രമേ ഞങ്ങൾ വരുന്നുള്ളതെന്ന് അറിയാവുള്ളായിരുന്നു, വേറെ ആർക്കും അറിയത്തില്ല. അവൻ പിക്ക് ചെയ്യാൻ വന്നു. ഇനിയിപ്പം എന്താ പ്ലാൻ അറിയത്തില്ല, നോക്കാം. ഹലോ മോനു, നമ്മളെങ്ങനെ പിക്ക് ചെയ്യാൻ വന്നു. എല്ലാ പ്ലാനും അറിയാവുന്ന ഒറ്റൊരുത്തൻ. നീ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, നോക്കാം. അപ്പോൾ എങ്ങനെ പ്ലാൻ? നിന്റെ ബർത്ത്ഡേയുടെ ട്രീറ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ പോകുന്നു, ഞങ്ങൾ രണ്ടും ഇടയ്ക്ക് കയറി വരാം. ഓക്കെ അല്ലേ? അതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്ലാൻ. വർക്കാവുമെന്ന് അറിയത്തില്ല, ഞങ്ങൾ വരുമെന്ന് ഓൾറെഡി ഒരു ക്ലൂ ഒക്കെ ഉണ്ട്, നോക്കാം. പക്ഷെ ചെറിയൊരു പ്ലാനിന് വ്യത്യാസമുണ്ട്. റെസ്റ്റോറൻറ്റിൽ പോയി അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പം സർപ്രൈസ് ചെയ്യാനായിരുന്നു. പക്ഷേ അമ്മച്ചിക്ക് പുറത്ത് വരാനിപ്പോൾ പറ്റാത്തതുകൊണ്ട് വീട്ടിലോട്ടാക്കി. അവർ വീട്ടിലിരുന്ന് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറി ചെന്ന് നോക്കാം. സർപ്രൈസ് ആവില്ലെന്ന് ഓരോർപ്പ് ആവത്തില്ലായിരിക്കും അല്ലേ? ഹലോ, രാവിലെ അവര് കൂട്ടുകാരാണ്. രാവിലെ ജോലിയാണ് കൂട്ടുകാരല്ലേ. നമ്മൾ നാട്ടിൽ വന്നിട്ട് ഫസ്റ്റ് ദിവസം വൈകിട്ട് ഇപ്പം 6:30 ഇപ്പം ഒരു കസിനേനിയൻ എറണാകുളത്ത് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന് അറിഞ്ഞിട്ടില്ല. അവനെ സർപ്രൈസ് ആയിട്ട് അങ്ങോട്ട് കാണാൻ വേണ്ടി പോവാ. ഞാൻ സ്റ്റോറി ഇട്ടത് അവൻ കണ്ടായിരുന്നു, പക്ഷെ എന്നാലും അവൻ വിചാരിച്ച് സത്യമല്ലെന്നാ വിചാരിച്ചേക്കുന്നത്. നോക്കാം. അങ്ങനെ മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് ഇപ്പം മാത്രം ഇപ്പോൾ കയറിപ്പോവും. അവിടെ ചേട്ടൻ അവനെ കൊണ്ട് താഴോട്ട് വരും. ചേട്ടൻ അറിയാം. നോക്കാം എന്താ റിയാക്ഷൻ എന്നൊന്നും അറിയത്തില്ല. നമുക്ക് നോക്കാം. സർപ്രൈസ് ആവുമെന്ന് അറിയത്തില്ല. ഗൈസ്, അവിടെ ആ കാണുന്നതാണ് വീട്. ചേട്ടൻ താഴെ ഇറങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ അച്ചാച്ചൻ വിളിച്ചു പറഞ്ഞ് അവനിപ്പം കിച്ചണിൽ ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞപ്പം നമ്മൾക്ക് ബാക്കിൽ കൂടെ കയറി ചെല്ലാൻ പറഞ്ഞു. നമ്മൾ ബാക്കിൽ കൂടെ കയറി ചെല്ലാൻ വേണ്ടി നോക്കും. അവൻ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുവാണെങ്കിൽ ഞങ്ങൾ ബാക്കിൽ പോയി മിണ്ടാതങ്ങ് നിൽക്കുക. അപ്പോൾ അവൻ തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മളെ കണ്ട നമ്മളായിട്ട് വിളിക്കാൻ പോകുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. ചിക്കൻ കൈ കഴുകുന്ന കൈ ചിക്കൻ കോഴി മേടിച്ചപ്പോ എനിക്കോ രാവിലെ കേൾക്കാനാണ്. കൈ വിട്ടില്ല. ചേച്ചിയില്ല ഞങ്ങൾ
ആർക്കൊക്കെ അറിയാം